കണ്ടെത്തി. അപ്പൊ അവിടെ ആളുകൾ പുല്ല് മേഞ്ഞ കുടിലുകൾ മാത്രമേ ഉള്ളൂ. പട്ടിണിക്കോലങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ദിവസത്തിൽ ഒരു നേരം പോലും ഒരു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നില്ല. അത്രയും ഗതികെട്ട അവസ്ഥയിലെ കുഞ്ഞുങ്ങൾ. പക്ഷേ ഈ കുട്ടികളുടെ കയ്യിലൊക്കെ ചില ആളുകളുടെ ഒരു പ്രത്യേക തരം വെള്ള കല്ലുകൊണ്ട് അവരിങ്ങനെ കളിക്കുന്നുണ്ട്. ഇവർക്ക് കൗതുകം തോന്നിയിട്ട് ഈ കല്ല് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇവര് റിസർച്ചിന് വിട്ടു. ഫോർ ലാബിൽ നിന്ന് റിസൾട്ട് വന്ന സമയത്ത് ഇവർക്ക് റിസൾട്ട് കിട്ടി. ഇത് ഏറ്റവും മൂല്യമുള്ള അൺകട്ട് ഡയമണ്ട്സ് കൊണ്ടാണ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ദ ഡയമണ്ട്സ്. എന്നിട്ടും അവര് അയ്യോ എനിക്കൊന്നും ഇല്ലേ എന്ന് നിലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകളുടെ അടുത്ത് കൈ കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആയിരിക്കും നമ്മുടെയും അവസ്ഥ. ഓപ്പർച്യൂണിറ്റിയുടെ സൈസ് മനസ്സിലായില്ലെങ്കിൽ, ആ സൈസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഡ്രീം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ എത്ര വലിയ ഡയമണ്ട് കിട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ ആ ഡയമണ്ടിന്റെ പുറത്ത് ഇങ്ങനെ ചാരിക്കിടക്കുക എന്നല്ലാതെ അത് വിറ്റ് കാശുണ്ടാക്കാൻ നമുക്കറിയത്തില്ല. ബിക്കോസ് എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം എ ഡ്രീം. നിങ്ങളുടെ ഏത് സൈസിൽ ജീവിക്കണം, ഏത് ലെവലിൽ ജീവിക്കണം എന്നുള്ള ആദ്യത്തെ നിങ്ങളുടെ ഗോളാണ്, നിങ്ങളുടെ എയിമാണ്, നിങ്ങളുടെ ഡ്രീമാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കുന്നത്. തെരുവിൽ കിടന്നിരുന്ന വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് ജീവിച്ചൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രസിഡന്റ് പദത്തിലേക്കും ഇന്ത്യയുടെ ന്യൂക്ലിയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ച ഒരൊറ്റ സാധനമാണ്, ഡ്രീമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബിസിനസ്സിൽ ടോപ്പിൽ എത്തണമെങ്കിലും ഏത് ലെവലിൽ ജീവിക്കണം എന്നുള്ള ഡ്രീം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പണി തിരഞ്ഞെടുത്തെങ്കിൽ, ബൈ ഡിഫറൻസ് നിങ്ങൾ കമ്പനി മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കുറച്ചു കാലം ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് പിന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകും. അവിടെയുള്ള ആളുകളോട് അവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എക്സിറ്റ് പ്ലാൻ എടുത്ത് ദുബായിൽ വർക്ക്